തൻ്റെ മോളെ കൂടി ഇങ്ങോട്ട് കൊണ്ടുവരണോ? മിത്രയല്ല, ഐശ്വര്യയെ. ഐശ്വര്യ എന്നൊരു പേര് കേട്ടതും അയാൾ പകപ്പോടെ അവരെ നോക്കി. എന്തിനാ താനിങ്ങനെ പകപ്പോടെ നോക്കുന്നേ? ഇവിടെ നിൽക്കുന്ന ആർക്കും അറിയത്തില്ല തൻ്റെ മോൾ മിത്രയല്ല ഐശ്വര്യ ആണെന്നുള്ളത്. ഇവിടെ നിൽക്കുന്ന ആർക്കും എന്ന് പറഞ്ഞാൽ മിത്രയ്ക്ക് പോലും അറിയത്തില്ല തനിക്ക് ഇങ്ങനെ ഒരു മകളുണ്ട്. പക്ഷെ അത് ഞാൻ എങ്ങനെ കണ്ടുപറ്റി എന്നുള്ളതായിരിക്കും താനിപ്പോൾ ചിന്തിക്കുന്നത്. ഞാനീ താൻ അപകടപ്പെടുത്തി ആ കൊക്കയിലെറിഞ്ഞ് അവിടെ നിന്നും എന്നെ ജീവനോടെ രക്ഷിച്ചു കൊണ്ടുവന്നതിന് ശേഷം 1.5 വർഷം ഉണ്ടായിരുന്നു. ആ 1.5 വർഷത്തിൽ 6 മാസത്തോളം തന്നെ ഞാൻ ബെഡ് റെസ്റ്റ്, എന്ന് വെച്ചാൽ ഒന്നും അറിയാതെ കോമാ സ്റ്റേജിൽ. അവിടെ നിന്നും റിക്കവർ ചെയ്ത് വന്ന് 6 മാസം, കറക്റ്റ് 6 മാസം എനിക്ക് കറക്റ്റായ ട്രീറ്റ്മെൻറ്റ് കിട്ടിയത് കൊണ്ട് ഞാൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. എങ്കിലും ഒരു നോർമൽ മനുഷ്യൻ നടക്കുന്നത് പോലെ അത്രയൊന്നും നടന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ തിരച്ചിൽ അവിടെ നിന്നും തുടങ്ങി. എന്നെ കൊല്ലാൻ ശ്രമിച്ചവരും അതുകൂട്ടത്തിൽ തന്നെ എൻ്റെ കുടുംബത്തിനുണ്ടായ അപകടവും ഞാൻ അറിഞ്ഞു. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എൻ്റെ അച്ഛനെയും അമ്മയും എനിക്ക് നഷ്ടപ്പെട്ടു. അതിന് പിന്നിലുള്ള ശത്രു ആരാണെന്ന് കണ്ടെത്താനുള്ള അച്ഛൻ്റെ എല്ലാ ബിസിനസ് ഡീൽസിലും ഞാൻ വന്നെത്തിയതോ ഞാൻ ഇല്ലാതായ ഒരു 1.5 വർഷത്തിനുള്ളിൽ താനുമായിട്ട് എന്തെല്ലാം ബിസിനസ് ഡീൽസ് ഉണ്ടായി എന്നുള്ളതായിരുന്നു പിന്നീട് ഞാൻ അന്വേഷിച്ചത്. തന്നെ ഇന്നോളം ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. താനുമായിട്ട് ഡയറക്റ്റ് യാതൊരു കോണ്ടാക്റ്റും അച്ഛനില്ല, ഇൻഡയറക്റ്റായിട്ടുമില്ല. പിന്നീട് തനിക്ക് ഞങ്ങളോടുണ്ടായ ശത്രുതയ്ക്ക് കാരണം തിരക്കി പിന്നെ അന്വേഷിച്ചിറങ്ങി. തന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായി അന്വേഷിച്ചു. പിന്നീട് ഞാൻ തന്നെ മീറ്റ് ചെയ്യാൻ വന്നു. മീറ്റ് ചെയ്തതിൽ നിന്നും എനിക്ക് ഒരു കാര്യം വ്യക്തമായി. ഞാൻ അറിഞ്ഞ ഗംഗാധരനിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനാത്താൻ. തന്നെക്കുറിച്ച് മറ്റുള്ളവരിൽ നിന്നും അന്വേഷിച്ചതിൽ വെച്ചും തന്നോട് നേരിട്ടൊരു ഇൻട്രാക്റ്റ് നടത്തിയതിൽ ഒരുപാട് വ്യത്യസ്തത ഉള്ളതുകൊണ്ടും ഞാൻ തൻ്റെ ഫാമിലിയിൽ തന്നെ വർഷങ്ങളായി നിങ്ങളുടെ ഫാമിലിയിൽ നിൽക്കുന്ന ആരെയെങ്കിലും വേണമെന്നുള്ള ലക്ഷ്യം കൊണ്ട് തൻ്റെ ഏറ്റവും അടുത്ത ബിസിനസ്സിലുള്ളവരെയും ഫാമിലി ബന്ധുക്കൾസിലെ എല്ലാവരെയും ഞാൻ കോണ്ടാക്ട് ചെയ്തു. അതിൽ നിന്നും ഞാൻ നൈസായിട്ട് അറിഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ ഐഡൻറ്റിക്കൽ ട്വിൻസാണ്, ഗംഗാധരനും മുരളീധരനും. അവിടെ ആ ഒരു സത്യം എൻ്റെ മുമ്പിൽ മറന്നീക്കി വന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഗംഗാധരൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൂടാതെ തൻ്റെ കുട്ടിപ്രായത്തിലുള്ള സ്വഭാവങ്ങൾ വെച്ചും എനിക്ക് മനസ്സിലായി എൻ്റെ മുന്നിൽ ഇപ്പോഴിരുന്നിരുന്നത് മുരളീധരനാണ്, അല്ലാതെ ഗംഗാധരനല്ല. അപ്പോഴും എൻ്റെ മനസ്സിലൊരു ചോദ്യമുണ്ട്, എങ്ങനെ ഒരാൾക്ക് ലോകം മുഴുവൻ ഒരേ സമയത്ത് കബളിപ്പിക്കാൻ എങ്ങനെ സാധിച്ചു? അതിനുള്ള ഉത്തരവും തൻ്റെ ഫ്ലാഷ് ബാക്കിൽ നിന്ന് തന്നെ എനിക്ക് കിട്ടി. കാരണം തൻ്റെ ക്രിമിനൽ സ്വഭാവം തന്നിൽ മുള പൊട്ടിയത് 10ാം ക്ലാസ്സിൽ താൻ പഠിക്കുമ്പോഴായിരുന്നു. അന്ന് നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലേക്ക് പുതുതായി ഒരു സ്കൂൾ മാറി ഒരു പെൺകുട്ടി വന്നിരുന്നു, നളിനി. അവൾക്ക് ഗംഗാധരനോട് അഗാധമായ പ്രണയം. അതോ ആൾ മാറി തൻ്റെ അടുത്ത് വന്ന് പറയുകയും ചെയ്തു. തനിക്കാണെങ്കിലോ അവളെ സ്കൂൾ മാറി വന്ന് ആദ്യം കണ്ടടം തൊട്ടേ തനിക്ക് അവളെ പ്രണയം. അവളോട് താൻ പറഞ്ഞ് തൻ്റെ ഇഷ്ടം അല്ലോടോ. അത് വഴങ്ങാതെ വന്നപ്പോൾ അവളെ ഒരു ദിവസം സാഹചര്യം ഒത്തു വന്നതുപോലെ കുളത്തിലേക്ക് തെള്ളിയിട്ട് കൊല്ലുകയും ചെയ്തു. അത് ആരും കാണാത്തതുകൊണ്ട് കാൽ വഴുതി കുളത്തിൽ വീണ് മരിച്ചതാണെന്ന് വരുത്തി തീരുകയും ചെയ്തു. എന്നാൽ ആരും തന്നെ അത് അറിഞ്ഞിരുന്നില്ല. പിന്നീട് വർഷങ്ങൾ കഴിയും തോറും തൻ്റെ ഉള്ളിലെ ക്രിമിനൽ സ്വഭാവം പുറത്തു വന്നുകൊണ്ടേയിരുന്നു. വീട്ടിൽ ജോലിക്ക് വരുന്ന പെൺകുട്ടികളെ ആരുമാരും കാണാതെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക, വീട്ടിലെ കന്നുകാലികളെ, പൂച്ച, പട്ടി എന്ന് വേണ്ടുന്ന എല്ലാ ജീവികളെ ഉപദ്രവിക്കുക, മാനുഷ്യ പരിഗണന ഒരു മനുഷ്യനും കൊടുക്കാതിരിക്കുക, തന്നെക്കാട്ടി മുതിർന്നവരെ തനിക്ക് നേരെ ശബ്ദമുയർത്തിയാൽ ഒരു ദാക്ഷിണ്യമില്ലാതെ അവരെ ഉപദ്രവിക്കുക. അങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ് തന്നെ തൻ്റെ ഉള്ളിലുണ്ട് അല്ലേടോ. അങ്ങനെ വീട്ടുകാർക്കും നാട്ടുകാർക്കും സഹിക്കാൻ വയ്യാതെ അയാൾക്ക് നേരെ വീട് ഒന്നടങ്ങാൻ നിൽക്കുകയും അവിടെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയപ്പം നാട് വിടുകയും ചെയ്തു. അതോടെ എല്ലാവർക്കും സമാധാനമായി. വർഷങ്ങൾ കടന്നുപോയി. പിന്നീട് ഗംഗാധരൻ്റെയും മഹേശ്വരിയുടെയും വിവാഹത്തിന് തലേന്നായിരുന്നു മുരളീധരൻ തിരിച്ചു വരുന്നത്. തിരിച്ചു വന്ന് എല്ലാവരോടും ലളിതമായ രീതിയിലും സരളമായ രീതിയിൽ സംസാരം. പഴയ മുരളീധരനിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ സ്വഭാവ രീതി തന്നെയായിരുന്നു. ഒറ്റയ്ക്ക് ജീവിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് തൻ്റെ മകൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ടായി എന്ന് ആ അച്ഛനും അമ്മയും വിചാരിച്ചു. ഒപ്പം തന്നെ മറ്റു കുടുംബാംഗങ്ങളും. അല്ല, എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാൻ ഇയാളെ കൊണ്ട് കഴിഞ്ഞു. തൻ്റെ ഉള്ളിലെ ക്രിമിനൽ സ്വഭാവം ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ ഈ വർഷങ്ങൾക്കുള്ളിൽ തന്നെ അയാൾ സ്വായത്തമാക്കി കഴിഞ്ഞിരുന്നു. അങ്ങനെ മഹേശ്വരിയുടെയും ഗംഗാധരൻ്റെയും വിവാഹം കഴിഞ്ഞ്
പിറ്റേ ദിവസം അവരുടെ വീട്ടിലേക്ക് വിരുന്നിന് പോയപ്പോൾ ഒപ്പം മുരളീധരനും ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഈശ്വരിയെ കാണുന്നത്. അതായി ഞങ്ങളുടെ ആദിയുടെ അമ്മ. ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾക്ക് ഈശ്വരി ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നീട് ഈശ്വരി പഠിക്കാൻ പോകുന്നതും അങ്ങനെ മഹേശ്വരിയുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായി. പലപ്പോഴും പല രീതിയിൽ ഈശ്വരിയോട് അയാൾ തൻ്റെ പ്രേമാഭ്യർത്ഥന നടത്തി. നിഷ്കരണം ഈശ്വരി അതിനെ എതിർക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു അവൾ കോളേജിൽ പഠിക്കാൻ പോകുന്നതുമല്ല. എന്നാൽ അവിടെ വെച്ച് ആദിയുടെ അച്ഛനെ കണ്ടുമുട്ടി അവർ പരസ്പരം ഇഷ്ടത്തിലാകുകയും ചെയ്തു. ഇതൊന്നും സഹിക്കാൻ വയ്യാതെ പക നിറയുന്ന കണ്ണുകളോടെ ആ കാഴ്ചകളെല്ലാം അകലെ നിന്ന് ഇയാൾ കണ്ടുകൊണ്ടേയിരുന്നു. പിന്നീട് അവർക്ക് നേരെയുള്ള പ്ലാനിങ്. മഹേശ്വരിയുടെ വീട്ടിൽ ചെന്ന് അവനും ഈശ്വരിയുമായി പ്രണയത്തിലാണെന്നും വിവാഹം നടത്തി കൊടുക്കണമെന്നും പറഞ്ഞു. എന്നാൽ ആരും പ്രതീക്ഷിച്ചില്ല അത് മഹേശ്വരി കേൾക്കാൻ ഇടവരുമെന്നുള്ളത്. അതറിഞ്ഞത് തന്നെ ഈശ്വരിയുമായി സംസാരിക്കുകയും ഈശ്വരിക്ക് മറ്റൊരാളെ പ്രണയമാണെന്നും മഹേശ്വരിയോട് വ്യക്തമാക്കി. അങ്ങനെ തന്നെ ഗംഗാധരൻ്റെയും മഹേശ്വരിയുടെയും സഹായത്തോടു കൂടി തന്നെ ഈശ്വരി അവിടെ നിന്നും ദേവരാജനോടൊപ്പം പാലക്കയിലേക്ക് യാത്രയായി. പിന്നീട് നിങ്ങൾക്കറിയാമല്ലോ നടന്ന കാര്യങ്ങൾ. തക്കം പാർത്തിരുന്നത് പോലെ തന്നെ ആദിയുടെ അച്ഛനെയും അമ്മയെ ഇല്ലാതാക്കി. എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം തന്നെ എൻ്റെ അച്ഛനും അറിഞ്ഞിരുന്നു. ഈ സോഴ്സ് ഉപയോഗിച്ച് തന്നെയായിരുന്നു ഞാനും അറിഞ്ഞിരുന്നത്. ഇതെല്ലാം ഞാനും അറിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു അറിവ് ഇയാൾക്ക് കിട്ടിയില്ലെന്നുള്ളതാണ് സത്യം. എന്നാൽ അത് കിട്ടിയിരുന്നെങ്കിലും അതിനുള്ള സാവകാശം ഇയാൾക്ക് കിട്ടിയായിരുന്നെങ്കിൽ ഞാനും ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകില്ലായിരുന്നു. അല്ലേടോ മുരളീധര, എന്നെയും ഈ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കാൻ താൻ കരിക്കാൾ നീക്കിയേനെ. ഇത്രയും പറഞ്ഞ് ഒരു പുച്ഛച്ചിരിയോടെ ആദ്രി തിരിഞ്ഞു നോക്കിയതും ഇതെല്ലാം കേട്ട് നിൽക്കുകയായിരുന്നു മറ്റുള്ളവർ. അപ്പോൾ രുദ്രൻ അവൻ്റെ അടുത്തേക്ക് വന്ന്, എൻ്റെ പൊന്നളിയ, നീ ഇതൊക്കെ എങ്ങനെ കണ്ടെത്തി? പിന്നെ 6 മാസം ഞാൻ എന്തോടുത്തയാന്ന് ഇവിടെ നിന്നോടിപ്പോൾ പറഞ്ഞത്? ഇയാളുടെ കാര്യങ്ങളെല്ലാം തിരച്ചിലായിരുന്നെന്ന് തന്നെയല്ലേ പറഞ്ഞേ? ഓഹ്, ഐ ആം റിയലി സോറി അളിയ. ഞാൻ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ തലയിലെ ബൾബെല്ലാം അടിച്ചു പോയതുപോലെ ഇരിക്കുന്നു. ഇയാളെ ഇങ്ങനെ ഇവിടെ കെട്ടിയിട്ടേക്കാനാണെന്ന ഉദ്ദേശം? ഏയ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആദിക്ക് നേരെ കൈ നീട്ടിയതും അവൾ ഓടി വന്ന് അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ഒളിപ്പിച്ച് നിന്ന് തേങ്ങിക്കരയാൻ തുടങ്ങി. ആഹാ, എൻ്റെ പുലിക്കുട്ടിയാണോ ഈ നിന്ന് കരയുന്നേ? അയാൾക്കുള്ള പണി നമുക്ക് കൊടുക്കാം. നമ്മുടെ അച്ഛനെ അമ്മയെ ഇല്ലാതാക്കിയതല്ലേ, നിനക്ക് തന്നെ അയാൾക്കുള്ള വിധി എഴുതാം ആദി. അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ തലയിൽ ഒന്ന് മൃദുവായി തലോടി അവളെ ഒന്നുകൂടി തന്നോട് ചേർത്ത് നിർത്തി. എന്ത് ദുഃഖവും ദുരിതവും വന്നാൽ നിനക്കൊപ്പം ഞാനുണ്ടാകും എന്ന് ആ സഹോദരൻ പറയാതെ തന്നെ അവളോട് പറഞ്ഞു. ഈ കാഴ്ച കണ്ടു നിന്ന് എല്ലാവരും ആദിക്കടുത്തേക്ക് വന്നു. അതേസമയമാണ് ഓമിൻ്റെ കയ്യിലിരുന്ന ഫോൺ ശബ്ദിച്ചത്. എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയതും അവൻ ഫോൺ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെച്ചതും മറുഭാഗത്ത് നിന്ന് പറഞ്ഞ കാര്യങ്ങൾ അവന് വിശ്വസിക്കാനായില്ല. അവൻ വൺ മിനിറ്റ്, ഞാൻ ഇപ്പോൾ തന്നെ തിരിച്ചു വിളിക്കാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. അവൻ ഫോൺ എടുത്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് അതിൽ നിന്നും ഒരു വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങിയതും ഓമിൻ്റെ മുഖത്തിൽ മാറ്റമുണ്ടായത് എല്ലാവരും ശ്രദ്ധിച്ചു. അതിയായ ദേഷ്യം നിയന്ത്രിച്ച് തൻ്റെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് കണ്ണുകളിൽ രക്തം ഇരച്ചു കയറി കണ്ണുകളെല്ലാം ചുമന്ന് കവിളുകൾ തുടുത്ത് വിറയ്ക്കാൻ തുടങ്ങി. ഈ കാഴ്ച കണ്ട് എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വന്നു. എല്ലാവർക്കും ഭയമുണ്ടായിരുന്നു എങ്കിലും എന്താ കാര്യമെന്നറിയാൻ എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വന്നതും വീഡിയോ കണ്ട് എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. അവർ എല്ലാവരും പരസ്പരം നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഓം ആദിക്കും അല്ലുവിനും നേരെ തിരിഞ്ഞുകൊണ്ട്, നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ. ഒരു ബോഡി ഗാർഡിനെ ഏൽപ്പിച്ച് അവർ വീട്ടിലേക്കും വിട്ടു. അതിനുശേഷം ബാക്കിയുള്ള ബോഡി ഗാർഡും അവരും മറ്റൊരു ലൊക്കേഷനിൽ ലക്ഷ്യം വെച്ച് അവിടെ നിന്ന് നീങ്ങി. അവർ ചെല്ലുമ്പോൾ ഒരു ഇരുട്ടടഞ്ഞ ഒരു അനാഥപ്രേതം പോലെ കിടക്കുന്ന ഒരു ബംഗ്ലാവ്. അതിൻ്റെ അടുത്തേക്ക് ചെന്നതും അതിൻ്റെ മുമ്പിൽ കുറേ ആൾക്കാർ നിൽക്കുന്നതും ഒരു വാഹനം കിടക്കുന്നതും അവർ ശ്രദ്ധിച്ചു. അപ്പോൾ തന്നെ അവർക്ക് വ്യക്തമായി അവർ അന്വേഷിച്ചു വന്ന സ്ഥലം ഇതാണെന്നും അന്വേഷിച്ചു വന്ന വ്യക്തിയും ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നും. പിന്നീട് അവരുടെ ചിന്ത ഇവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് എങ്ങനെ ഉള്ളിൽ പ്രവേശിക്കാമെന്നായി. അപ്പോൾ തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഒരു ബോഡി ഗാർഡ് അവരുടെ അടുത്തേക്ക് വന്ന് മറ്റൊരു വഴി കാട്ടിക്കൊടുത്തു അവരെ ഉള്ളിലേക്ക് വിട്ട്. അതേസമയം തന്നെ പുറത്തു നിന്ന ബോഡി ഗാർഡ്സ് എല്ലാം പുറത്തു നിന്ന ഗുണ്ടകൾക്ക് നേരെ തിരികെയും അവരെ എല്ലാവരും
ഇരുചെവി അറിയാതെ അവരെ എല്ലാവരെയും തല്ലി അവശരാക്കി ഒരു മൂലയ്ക്ക് നിമിഷ നേരം കൊണ്ട് അവർ കൂട്ടിക്കഴിഞ്ഞിരുന്നു. പിന്നീട് അവരെല്ലാവരും ആ വീടിന് കാവലായി പുറത്തു നിൽക്കുകയും ചെയ്തു. തങ്ങൾക്ക് കിട്ടേണ്ട സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അകത്തേക്കുള്ള ഒരു പ്രവേശനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവരെല്ലാവരും പുറത്ത് ആ സിഗ്നലിനായി കാത്തു നിന്നു. എന്നാൽ അകത്തേക്ക് കയറിയ എല്ലാവരും അമ്പരന്ന് ചുറ്റും നോക്കുകയായിരുന്നു. ക്രിസ്റ്റി എവിടെ, അലങ്കൃത എവിടെ എന്നായിരുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് തങ്ങളുടെ ഫോണിലേക്ക് വന്ന ഒരു വീഡിയോയിലേക്ക് അവരുടെ എല്ലാവരുടെയും ചിന്ത പോയി. ക്രിസ്റ്റിയെ അടിച്ച് അവശനാക്കി അവൻ്റെ ശരീരത്തിൽ നിന്നും പലയിടത്തു നിന്നും ചോര കിനിയുന്ന ഒരു വീഡിയോ ആയിരുന്നു. പലരും കൂടി ചേർന്ന് നിന്ന് അവനെ ഉപദ്രവിക്കുന്ന വീഡിയോ. അത് കണ്ട് അതേ സമയം തന്നെ അവരുടെ ഫോണിലേക്ക് ഒരു ലൊക്കേഷൻ കൂടി അലങ്കൃത അയച്ചിട്ട് ആ ലൊക്കേഷനിലേക്ക് താൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്നും പോയി. എല്ലാവരുടെയും ചിന്ത അവിടെ നിന്നും തിരിഞ്ഞ് താൻ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തുന്ന അതേ ടൈമിൽ തന്നെ അവരുടെ പിന്നിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ പിറകിൽ നിൽക്കുന്ന പെൺകുട്ടിയെ എവിടെയൊക്കെ കണ്ട് നല്ല പരിചയം. എന്താ എല്ലാവർക്കും മുഖത്തൊരു പരിചയക്കുറവുള്ളതുപോലെ? എന്നെ ഓർമ്മ കിട്ടിയില്ലേ? ഞാൻ ഐശ്വര്യ. എന്തേ മറന്നുപോയോ? താൻ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ ഐശ്വര്യ, അതേ ഐശ്വര്യ. അപ്പോൾ രുദ്രൻ അദ്രിക്ക് നേരെ തിരിഞ്ഞ്, അയാളുടെ ഇല്ലീഗൽ മോളാടാ. അയാൾക്ക് കണ്ടടം നിരങ്ങി ഉണ്ടായവൾ അല്ലേടി? ഡാ നിന്നെ അന്ന് നിന്നെ കൊന്ന് കൊക്കയിലെറിഞ്ഞിട്ട് പിന്നെയും നീ എൻ്റെ മുന്നിലേക്ക് വന്നല്ലേ? മുറിച്ചാ മുറി കൂടുന്ന ഇനവാ. ഐശ്വര്യ അദ്രിയെ നോക്കി പറഞ്ഞതും ഉടൻ തന്നെ അദ്രി, അത് നിന്റെ മുന്നിൽ ഇങ്ങനെ വടി പോലെ ഞാൻ വന്ന് നിന്നിട്ട് നിനക്ക് മനസ്സിലായില്ലേ ഐശ്വര്യ? രുദ്രൻ അവർക്കിടയിൽ കയറി, വൺ മിനിറ്റ്, നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? അതും കൂടെ ഒന്ന് വ്യക്തമാക്കിയായിരുന്നെങ്കിൽ കുറേയൊക്കെ കാര്യങ്ങൾ മനസ്സിലായി. ഇന്നത്തെ ദിവസം ഫ്ലാഷ് ബാക്ക് കേട്ട് മടുത്ത്. ഇനി നിൻ്റെ ഫ്ലാഷ് ബാക്ക് എന്ത് വാടി? ഇനി നീയും കൂടെ പറഞ്ഞ് തൊലയ്ക്ക്. അത്രയും പറഞ്ഞുകൊണ്ട് രുദ്രൻ അവിടെ കണ്ട ഒരു കസേരയിൽ കയറിയിരുന്നു. അപ്പോഴാണ് എല്ലാവരും അവനെ ഒന്ന് രൂക്ഷമായി നോക്കി. ഇത് എന്തിൻ്റെ കുഞ്ഞാണോ ആവോ? ഇവിടെ വന്ന കാര്യം വരെ മറന്ന് അവൻ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന രീതിയിൽ എല്ലാവരും അവനെ ഒന്ന് ശ്രദ്ധിച്ചു. ഓ, അത് നിനക്കറിയില്ല അല്ലേ രുദ്ര? നിനക്ക് എന്നെ അറിയാമോ? നിന്നെ എന്നല്ല, ഈ നിൽക്കുന്ന എല്ലാവരെയും അറിയാം. പിന്നെ കുറച്ച് മുമ്പേ നീ വണ്ടിയിൽ കയറ്റി നിങ്ങളുടെ വീട്ടിലേക്ക് വിട്ടില്ലേ രണ്ടുപേരെ? അവരവിടെ എത്തിയിട്ടുണ്ടോ നീ ഇതുവരെ തിരക്കിയോ? പേടിക്കണ്ട, അവർ സേഫായിട്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിയിരിക്കും. പേടിക്കണ്ട, എല്ലാവരും ഒന്നിച്ച് ആർക്കും ഒരു വിഷമം ഉണ്ടാകാത്ത രീതിയിൽ ഓമിന് ഓമിൻ്റെ പ്രിയപ്പെട്ടവളും, നിനക്ക് നിൻ്റെ കൂടപ്പറപ്പുകളുടെ കൂടെയും, അദ്രിക്ക് അദ്രിയുടെ പ്രിയപ്പെട്ടവളുടെ കൂടെ, അങ്ങനെ എല്ലാവരും ഒന്നിച്ച് ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് വിട്ടേക്കാം അല്ലേ പപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കടുത്ത് നിന്ന് മുരളീധരനെ തന്നോട് ചേർത്ത് ഒന്ന് കെട്ടിപ്പിടിച്ചു. അതേസമയം തന്നെ അയാൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു. അപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത് ഐശ്വര്യയുടെ കയ്യിലിരുന്ന കത്തി. ഡീ നീ, അത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും മുന്നിലേക്ക് വന്നതും, ഒരടി അനങ്ങിപ്പോകരുത്, ഒരെണ്ണം. ഇയാളെ കൊണ്ട് ഞാൻ പറഞ്ഞതാ 100 വട്ടം, എന്ത് കാര്യം ചെയ്യുമ്പോഴും കളിക്കുന്നത് ഓമിന് നേരെയാണെന്ന്. ഒരു കാരണവശാലും അവൻ എൻ്റെ അടുത്തേക്ക് എത്തരുതെന്ന്. എന്നാൽ ഞാൻ അയാളെക്കാട്ടി പ്രായം ചെറുത്, അയാൾ എന്നെക്കാട്ടി കൂടുതൽ ഓണമുണ്ട്, അയാൾക്ക് ഭയങ്കര ബുദ്ധിയാണെന്ന് അയാൾ എൻ്റെ അടുത്ത് വാദിച്ചിട്ട് ചെയ്ത മണ്ടത്തരത്തിൻ്റെ ഫലമാണ് നിങ്ങളിങ്ങനെ ഓരോരുത്തരും എൻ്റെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അയാൾക്കൊരു സമ്മാനം കൊടുക്കണ്ടേ? അവൾ എല്ലാവരോടും പറഞ്ഞ് തിരിഞ്ഞ് ആ പിടഞ്ഞ് അയാൾ മരിക്കുന്നത് വരെ അയാളെ രൂക്ഷമായി നോക്കി തന്നെ നിന്നു. എന്നിട്ട് തിരിഞ്ഞ് ചുറ്റും നിന്ന ബോഡി ഗാർഡ്സിനോടായി, ഇയാളെ എടുത്ത് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയാൻ നോക്ക് ആൻഡ് ക്ലീൻ ഇറ്റ്. അത്രയും പറഞ്ഞ് തിരിഞ്ഞ് നടന്നു. ഓഹ്, ഐ ആം സോ സോറി, നിങ്ങൾ വന്ന കാര്യം ഞാനങ്ങ് മറന്നു. ഒരു 10 മിനിറ്റ് നിങ്ങളിൽ കയറ്റി വിട്ട 2 എണ്ണവും കൂടി ഇവിടെ എത്താനുണ്ട്. അതിനുശേഷം നമുക്ക് സംസാരിക്കാം, അതുപോരെ?